ആടോ എവിടക്കായി? എന്താ നിങ്ങള് വിളിച്ചേ? ഈ എവിടക്ക പോണ്? ഞാൻ കടേക്കാ. അല്ല നിങ്ങളെന്താ മുറ്റത്തിക്കണ്? ആക്ക് മനസ്സിലായി, മുറ്റടിക്കല്ലേ. അല്ല നമ്മ പ്രചരണത്തിന് പോയില്ലേ? നമ്മ കാലത്ത് തന്നെ പ്രചരണത്തിന് പോയി. ഇപ്പൊ വീട്ടിലെ പണിയൊക്കെ ഇപ്പൊ ചെയ്യണം. ഇപ്പൊ ഉണ്ടല്ലോ സീറ്റ് കളയണ്ട വിചാരിച്ചിട്ടാണ് ഉമ്മാനെ പിടിച്ചിരിച്ചത്. ഇപ്പൊ ഇപ്പാക്ക് തന്നെ വേണ്ടിയിരുന്നില്ല അയക്കണ്. വീട്ടിലത്തെ പണിയൊക്കെ ഇപ്പൊ ചെയ്യണേ. ഞങ്ങൾ ഇന്നിക്കാന് രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകുമ്പോ ഭക്ഷണം ഉണ്ടാക്കി തരണോ, ബാഗ് റെഡിയാക്കി തരണോ, സ്കൂൾ ബസ്സിൽ കയറ്റി വിടണോ, പിന്നെ ഉച്ചക്കുള്ള ചോറുണ്ടാക്കണം. ഇപ്പൊ ആകെ കുടുങ്ങിക്കണ്. ഇമ്മ നിക്കില്ല പറഞ്ഞ നിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരാടിനെ നെയ്യത്താക്കി. ആ വീട്ടിലത്തെ പണിയൊക്കെ ഇപ്പൊ ചെയ്യണേ. ഇപ്പാനാണെങ്കി ഇമ്മ കൊണ്ടുപോകണില്ല. ഉമ്മാന്റെ വാർഡിയിലുണ്ടല്ലോ ഗൾഫിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെ കാണാനാ. മറ്റേ സ്ഥാനാർത്ഥി വരുന്ന വേണ്ടി ഉമ്മ പോയി. എളാപ്പ ഒന്നുണ്ട്. എളാപ്പാന്റെ അടുത്തേക്ക് ഇതുവരെയായിട്ട് ഒരു സ്ഥാനാർത്ഥി വന്നില്ല. എളാപ്പ കോട്ടില്ല. നിങ്ങളെ പെണ്ണുങ്ങളും പോയില്ലേ പ്രചരണത്തിന്? ഫ്ലക്സ് ഞാൻ കണ്ടേ. നിക്കണ നിപ്പ് കണ്ടങ്ങള്. ഇപ്പൊ ഇപ്പാക്കാണെങ്കിൽ ഭയങ്കര കാഴ്ചലവാണ്. വരെ മേക്കപ്പ് ചെയ്യാത്ത ഉമ്മാക്കുണ്ടല്ലോ മേക്കപ്പ് സെറ്റ് കൊറേ എണ്ണം വാങ്ങി കൊടുത്തിട്ടുണ്ട് ഇപ്പ. പിന്നെ കൊറേ ഡ്രസ്സ്, കൊറേ പറുത, അതൊക്കെ ഉണ്ട്. ഓരോ ദിവസം ഓരോ ചുരിദാർ. ഇപ്പൊ ഇന്നലെ ഒരു മേക്കപ്പ് സെറ്റ് വാങ്ങി. അത് അപ്പൊ തന്നെ തീർത്ത്. നിങ്ങളെ പെണ്ണിന്റെ ഫോട്ടോ ഞാൻ ഫ്ലക്സിൽ കണ്ടേ. എന്ത് വെളുപ്പിക്കണേന് ഒരു പരിധി ഇല്ലേ? ഒറ്റടിക്കൽ കഴിഞ്ഞാ ഒരു 2 അടിന് നിങ്ങൾ നെയ്യത്ത് വെച്ച തോൽക്കാന് വേണ്ടിട്ട് അല്ലേ കാലാകാലം ഇത് ചെയ്തോണ്ടിരിക്കേണ്ടി വരും. ഞാൻ പോട്ടേക്ക് ഇപ്പൊ സോപ്പും കൂടി വാങ്ങാൻ പറഞ്ഞാ അല്ലെ ഇപ്പൊ വീട്ടിൽ ഇരുന്നല്ലായിരുന്നു. ഞാനല്ലോ കൈക്കട വേപ്പിന്റെ ഉണ്ടാവും നോക്കാൻ വേണ്ടിട്ട് പോയതാ. അപ്പൊ ഡോക്ടർ ഇരുന്നിട്ട് ഇങ്ങനെ ഇല്ലേ ഇങ്ങനെ വലിക്കണുണ്ട് കുറക്കണുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വയസ്സാങ്കാലത്ത് വലിയൊന്നും നിർത്തിക്കൂടെ. അപ്പൊ അയാൾ ഇന്നോട് പറഞ്ഞു, തള്ളാണോ ശരിയാണോ എന്നൊക്കെ അറിയില്ല, അയാൾ ഇന്നോട് പറഞ്ഞു ആളാ ഈ സിഗരറ്റ് വലിക്കണ ആർക്കൊക്കെ നല്ലതാണ്. അപ്പൊ ഞാൻ എന്ത് കാര്യം ചോദിച്ചോക്കുമ്പോണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അയാൾ ഹോസ്പിറ്റലിൽ പണിയെടുക്കണ കാലത്ത് ഒരു 8 മാസം ഗർഭം ഉണ്ടായ ഒരു സ്ത്രീ അവിടെ വന്നതാ. എന്റെ വീട്ടില് ഓലമടൽ വെട്ടിയിരുന്നു. അപ്പൊ ആ വാളില്ലേ അത് നേരെ വയറ്റുമുക്ക് വന്ന് വെട്ടി. ഗർഭിണിയായ അങ്ങനെ വയർ കീറിയപ്പോ ആ ഉള്ളിത്തെ കുട്ടിയുടെ കൈ പുറത്തേക്ക് വന്ന്. അങ്ങനെ എന്നിട്ട് കൊറേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കൊറേ ഡോക്ടർമാരെ കാണിച്ച്. എന്നിട്ടൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടിയുടെ കൈ ഉള്ളിലേക്ക് വെച്ചെങ്കിലല്ലേ ഇത് തുന്നി കൂട്ടാൻ പറ്റുള്ളൂ. ഈ കൈ ഉള്ളിലേക്ക് പോണില്ല. അങ്ങനെ അവസാനം കൊറേ ഡോക്ടർമാര് കൊറേ ഹോസ്പിറ്റലിൽ പോയിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവസാനം ഈ ഡോക്ടറുടെ അടുത്തേക്ക് വന്ന്. ആനെ അങ്ങനെ ഡോക്ടർ കൊറേ നേരം സിഗരറ്റ് ഇങ്ങനെ വലിച്ചിട്ട് ആലോചിച്ച്. ഡോക്ടറുടെ മുമ്പിൽ കൊറേ ആൾക്കാരെ നിർത്തിയിട്ട് സൂചി നൂലും കൊടുത്ത് തുന്നാന്. അങ്ങനെ അയാൾ സിഗരറ്റ് വലിച്ചിട്ട് കൊറേ നേരം ഇങ്ങനെ നിന്ന് ആലോചിച്ചു. അവസാനം സിഗരറ്റ് കയ്യാറാവുമ്പോ ആ സിഗരറ്റിന്റെ കുറ്റില്ലേ അത് നേരെ കുട്ടിയുടെ കൈമക്ക് വെച്ച്. സിഗരറ്റ് അങ്ങോട്ട് കൊണ്ടുപോയി കൈമ വെച്ച് കുട്ടി ഇങ്ങോട്ട് കൈ ബാക്കിക്ക് എടുത്ത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ തുന്നടാന്ന്. അങ്ങനെ എല്ലാരും കൂടി തുന്നി. അങ്ങനെ അവസാനം തുന്നി കൂട്ടി രക്ഷപ്പെട്ടു. എന്നിട്ട് ആ കുട്ടിക്ക് ഇപ്പൊ 30-32 വയസ്സായിട്ട് കല്യാണം പറയാൻ ഇന്നലെ വന്നിരുന്നു. അത് ചോദിച്ചു ഡോക്ടറോട് തള്ളല്ലേന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, ഈമാങ്കാരി ഇസ്ലാംകാരി ഒന്നും അല്ലല്ലോ. എന്ത് തള്ളാലേ. ഇങ്ങനെ വിളിച്ചോളിച്ചാ സന്തോഷായില്ലേ. ഞാൻ അതായിട്ടാണ് ഓട്ടിന് പൊട്ടിയിട്ട് ഹാപ്പി ആയിട്ട് 2 ആൾക്കാരുള്ളൂ ഇവിടെ. അത് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം. ഒന്ന് നിങ്ങളും പിന്നെ എന്റെ അപ്പി. 2 ആളും പെണ്ണുങ്ങൾ പൊട്ടിയില്ലേ. അപ്പൊ ഞങ്ങളെ പെണ്ണുങ്ങൾ മാത്രല്ലല്ലോ, കേരളത്തിൽ ഒരുവിധ ആൾക്കാരൊക്കെ തോറ്റില്ലേ. എന്നാലും ഇങ്ങനെ ഉണ്ടൊരു തോൽവി. പെണ്ണുങ്ങൾക്ക് എത്ര വോട്ട് കിട്ടി? പിന്നെ എങ്ങനെ പൊട്ടാതിരിക്കാ? അപ്പൊ നിങ്ങള് വോട്ട് ചെയ്തില്ലേ? എന്റെ വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ നിങ്ങളെ പെണ്ണുങ്ങളെ വോട്ട് ചെയ്തില്ലേ? അതിന് വേറെ വാർഡിലിരുന്നടാ. അപ്പൊ നിങ്ങളെ വോട്ടാണ് ഒന്ന് കിട്ടിയല്ലേ? എന്റെ അമ്മി പൊട്ടിയില്ലേ?
എത്ര വോട്ട് കിട്ടി? ഒന്ന്. ഇപ്പൊ പറയണേ ഞാൻ വോട്ട് ചെയ്തത്, ഉമ്മ പറയണേ ഞാൻ വോട്ട് ചെയ്തത്. അപ്പൊ അതിന് വേണ്ടിട്ട് അവിടെ വർത്താനം നടക്കുന്നുണ്ട്. ഉമ്മക്കിപ്പോ ഡൗട്ട് ഉണ്ട്, ഇമ്മ തോൽക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഉള്ളി കൂടെ കളിച്ചിടുന്ന ഉമ്മാന്റെ ഡൗട്ട്. മിക്കവാറും ഒരു കേസ് ഇപ്പാക്കെതിരെ വരും, ഉറപ്പാണ്. വക്കീലിനെ കാണണമെന്ന് ഇപ്പൊ ഇമ്മ പറയുന്നുണ്ട്. മിക്കവാറും ഒരു തീരുമാനമായിട്ട് വീട്ടിൽ ഫുൾ ആൾക്കാരായിരിക്കും, ഉറപ്പാ. ഇതിൽ ഇലക്ഷൻ്റെ അതിന് ബിരിയാണി വെച്ചെടുത്തൊക്കെ 150, 120 ഒക്കെ ആൾക്കാരെ വന്നിരുന്ന് വോട്ട് ചെയ്യുക പറഞ്ഞിട്ടൊക്കെ. ഇപ്പൊ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കണില്ല. നിങ്ങളും കാത്തിരുന്നോളി, ഒരു വക്കീൽ നോട്ടീസ് നിങ്ങൾക്കും വരും. പ്രതീക്ഷിക്കാത്തൊരു നോട്ടീസ് ആയിരിക്കും. തോൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആടിനെ നെയ്യത്താക്കിയത് എന്തായാലും നടന്നു. ഒരു വക്കീൽ നോട്ടീസ് വരാതിരിക്കാൻ 4-5 ആടിനെ അങ്ങോട്ട് നെയ്യത്താക്കിക്കോ. ഏത് പഹയനായിരിക്കും ഈ വോട്ട് കണ്ടുപിടിച്ചത്? ആകെ കുഴപ്പമാണേ.